So, hello all of you. So, good evening. Good evening. Welcome to IFR Education. So, നമ്മുടെ CSCR UGC നെറ്റ് എക്സാമിന്റെ സ്കോർ കാർഡ് ഈ മാസം 12th ആക്ച്വലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ പബ്ലിക് നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത്തവണ നമ്മുടെ ജൂലൈ 2024 ജൂലൈ 25th 26th 27th ഡേറ്റുകളിലായിരുന്നു CSCRന്റെ എക്സാംസുകളെല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതില് ലൈഫ് സയൻസ് എക്സാം 26-ാം തീയതിയിലെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ടോട്ടലി ഷിഫ്റ്റ് 1-ൽ ഏകദേശം 34,638 ആളുകൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റില് 33,212 ആളുകൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 67,000 അല്ല, ഏകദേശം 70,000-ഓളം ആളുകൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസംബർ 2023 ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഇപ്രാവശ്യം കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 80,000 അടുത്ത് ആളുകൾ 76,000 പ്ലസ് ആളുകളായിരുന്നു ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോമ്പറ്റീഷൻ ചെറിയൊരു രീതിയിൽ കുറയും എന്ന രീതിയിൽ നമുക്ക് ഒന്ന് സമാധാനിക്കാം. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ഓഗസ്റ്റ് 9th to 11th ഇടയിലാണ് നമുക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10th 9th കൂടിയിട്ട് തന്നെ സെപ്റ്റംബറിൽ ഇവര് ഫൈനൽ ആൻസർ കീ നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആൻസർ ഒന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 2 ഷിഫ്റ്റിലും കൂടെ ടോട്ടൽ 3 ആൻസേഴ്സ് മാത്രമാണ് അവര് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ക്യാൻസലേഷൻ ഒന്നുമില്ല. അത് വലിയൊരു ഹാപ്പി ഉള്ള ഒരു കാര്യം. അധികം എക്സാമുകളിൽ നമുക്ക് 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ അവര് എന്ത് ചെയ്യാറുണ്ട്, ഒഴിവാക്കാറുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ട് അവരെ ഒഴിവാക്കാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഓൾമോസ്റ്റ് 3 ആൻസേഴ്സ് മാത്രമേ നമുക്ക് ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇവിടെ തന്നിട്ടുള്ള CSCRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ആക്ച്വൽ സർട്ടിഫിക്കറ്റ് ഓഫ് CSCR. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു നോട്ടീസിൽ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് NTA സ്കോർ കാർഡ്? നമ്മൾ ഏകദേശം 2019 മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. സോ ഏകദേശം ഡിസംബർ 2019 മുതലാണ് CSCRന്റെ CBT മോഡ് ഓഫ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം മുതൽ തന്നെ നമ്മൾ ഈ ഒരു NTA സ്കോർ, പെർസെന്റൈൽ സ്കോർ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഒരു പെർസെന്റൈൽ സ്കോർ അഥവാ NTA സ്കോർ? രണ്ടും ആക്ച്വലി ഈക്വൽ സംഭവം തന്നെയാണ്. അപ്പോ എന്താണ് NTA സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, CSCR UGC നെറ്റ് എന്ന് പറയുന്നത് നോർമലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ലൈഫ് സയൻസ്, ഓഷ്യാനോഗ്രഫി ഇങ്ങനെ 5ഓളം സബ്ജക്റ്റുകൾക്കാണ് CSCR UGC നെറ്റ് എന്ത് ചെയ്യുന്നത്, NTA ബേസ്ഡ് ആയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഈ 5 എക്സാമുകളിലും ലൈഫ് സയൻസ് ഒഴിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ സിംഗിൾ ഷിഫ്റ്റിലാണ് എക്സാം നടക്കുന്നത്. ലൈഫ് സയൻസിൽ മാത്രമാണ് അത്യാവശ്യം ആളുകൾ അറ്റൻഡീസ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈഫ് സയൻസിന്റെ എക്സാം 2 ഷിഫ്റ്റിലായിട്ട്, അല്ലെ, ഒരു ദിവസം തന്നെ മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു എക്സാമും ഈവനിങ് ഷിഫ്റ്റിൽ മറ്റൊരു എക്സാമും, അങ്ങനെ 2 ഷിഫ്റ്റിലായിട്ടാണ് എക്സാം ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഷിഫ്റ്റ് ആണ്, ഒന്ന് രാവിലെയാണ് ഒന്ന് ഉച്ചയ്ക്കാണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ് അവിടെ 2 ഷിഫ്റ്റ് വരുമ്പോൾ 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വരും. 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വരും. അപ്പോൾ അങ്ങനെ 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ഡിഫിക്കൽട്ടി ഈസിനെസ് ഒക്കെ എന്താണ് വ്യത്യാസമായിരിക്കും. അപ്പോ ഈ ഒരു ജൂലൈ 26 വന്നിട്ടുള്ള നമ്മുടെ 2 ഷിഫ്റ്റിലെ എക്സാം നമ്മൾ ടാലി ചെയ്ത് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഈസി എന്ന് പറയാവുന്ന പേപ്പർ ഫസ്റ്റ് ഷിഫ്റ്റിലെ എക്സാം ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടി ഈസി ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് സംവാട്ട് ഡിഫിക്കൽട്ട് വൺ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡറേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ സെക്കൻഡ് ഷിഫ്റ്റ് എഴുതിയ ആളുകൾക്ക് ഒരു 20 മാർക്ക് കുറവ് മതി ഇവിടെ നമ്മുടെ കട്ട് ഓഫ് മാർക്കിലേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് പെർസെന്റേജ് സ്കോറിലേക്ക് എത്താനായിട്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമ്മൾ നോർമലൈസ്ഡ് സ്കോർ എന്ന് പറയുന്നത് ഇവിടെ ഈ 2 ഷിഫ്റ്റിന്റെയും ഈസിനെസ്സും ഡിഫിക്കൽട്ട്നെസ്സും നോക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു സംഭവം കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അത് വെച്ചിട്ട് ഈ ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മൾ നോർമലൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. 2 ഷിഫ്റ്റുകൾ ഉണ്ടാവുമ്പോൾ അത് കോമൺ ആക്കുക, എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരേ രീതിയിലുള്ള സ്കോർ വരാൻ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യും, നോർമലൈസേഷൻ നടത്തും. ഓക്കെ ആണല്ലോ? അപ്പൊ ആ രീതിയിൽ അപ്പൊ അതാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ നോർമലൈസേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റില് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ഏകദേശം 67,000 പ്ലസ് കാൻഡിഡേറ്റ്സിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റിൽ നിന്നും ഈ ഒരു കാൻഡിഡേറ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ പെർസെന്റൈൽ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പെർസെന്റൈൽ സ്കോർ ആൻഡ് ദാറ്റ്സ് അബൌട്ട് നോർമലൈസേഷൻ. Then also you can see that ഇവിടെ ഇപ്പൊ ഞാൻ 2 ടൈപ്പ് ഓഫ് സ്കോർ കാർഡ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് ഷിഫ്റ്റില് ഓൾമോസ്റ്റ് ഒരു 116 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് അല്ലെ, 160 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന്, അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റില്, അപ്പൊ ഇവിടെ മോർണിംഗ് ഷിഫ്റ്റിൽ ഏകദേശം കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ ഒരു 116 മാർക്ക് ആ ഒരു കുട്ടിക്ക് വേണം. നമ്മൾ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ബേസിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ്സ് നോട്ട് എ കേസ് ഓഫ് OBC ഓർ SC/ST, അതൊന്നും അല്ല, നമ്മൾ ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയാണ് പറയുന്നത്. അപ്പോൾ URCയുടെ ആ ഒരു കാറ്റഗറി നോക്കണം, ഏകദേശം മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു 116 മാർക്കൊക്കെ വേണം എന്നുള്ളതാണ് കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ആൻ ഈവനിങ് സെഷൻ അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്ക് ബേസിക്കലി ഓൾമോസ്റ്റ് ഒരു 96 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മോർണിംഗ് ഷിഫ്റ്റ് എഴുതിയ കുട്ടിയുടെ സെയിം കട്ട് ഓഫിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് നോർമലൈസേഷൻ. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 20+ മാർക്കിന്റെ ഡിഫറൻസ് അല്ലെ, വേരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ 2 ഷിഫ്റ്റിലും നോർമലൈസേഷൻ നടക്കുമ്പോൾ ഏകദേശം 20 മാർക്ക് മോർണിംഗ് ഷിഫ്റ്റിലെ കുട്ടിക്ക് കുറയുന്നു, ഈവനിങ് ഷിഫ്റ്റിലെ കുട്ടിക്ക് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എക്സാമിന്റെ ഈസിനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക നീതി പുലർത്തുക എന്നുള്ള ഒരു ബേസിസിലാണ് ആക്ച്വലി ഈ ഒരു നോർമലൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പെർസെന്റൈൽ സ്കോർ അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 പെർസെന്റൈൽ സ്കോറുകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഓവറോള് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പെർസെന്റൈൽ സ്കോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക, നിങ്ങൾക്ക് പാർട്ട് എയിൽ നിങ്ങൾ ഏകദേശം
52.84% ആളുകളുടെ മുകളിലാണ് അല്ലെ ഈ ഒരാളുള്ളത്. അതുപോലെ പാർട്ട് ബിയില് എബവ് 93.9 ആളുകളുടെ മുകളിലാണ് നിങ്ങൾ പാർട്ട് ബിയിൽ ഉള്ളത്. അതാണ് ആ ഒരു പെർസെന്റൈൽ സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പെർസെന്റൈൽ സ്കോർ ഈ ഒരു രീതിയിലായിരിക്കും. ദർ ഇസ് നോ റിസൾട്ട് അല്ലെ, റിസൾട്ടോ നിങ്ങളുടെ റാങ്കോ ഒന്നും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ ഓൾമോസ്റ്റ് ഒരു 2 വീക്സിനുള്ളിൽ ഇറ്റ്സ് മേ ബി സെപ്റ്റംബർ 25th അല്ലെ, 25th അല്ലെങ്കിൽ 28th മുന്നായിട്ട് എന്തായാലും എന്ത് ചെയ്യും, ഫൈനൽ ആയിട്ടുള്ള CSERന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് വരാൻ സാധ്യത. നോർമലി സ്കോർ കാർഡ് റിലീസ് ചെയ്ത ഒരു 2+ വീക്സിനുള്ളിൽ തന്നെ അവര് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ പെർസെന്റൈൽ സ്കോർ നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരാളുടെ ഒരു കാൻഡിഡേറ്റിന്റെ ബേസിസിൽ ആൾക്ക് ടോട്ടൽ സ്കോർ വന്നിട്ടുള്ളത് 99.951386 എന്ന് പറഞ്ഞൊരു സ്കോറിലാണ്. യു ക്യാൻ സീ ഹിയർ അല്ലേ. അപ്പൊ ഈ ഒരു സ്കോറിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 99.95 എന്ന ഒരു റാങ്കിൽ വന്നിട്ടുള്ള ആൾ ഓവറോൾ 19th റാങ്കിലേക്കാണ് ഉള്ളത്. അവരുടെ JRF നെറ്റ് ആണ് അവര് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു സ്കോർ കാർഡ് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. ആഫ്റ്റർ പബ്ലിഷിംഗ് റാങ്ക് ലിസ്റ്റ് വി ഗോട്ട് ദിസ്, ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കഴിഞ്ഞ ഡിസംബർ 2023 നടന്നിട്ടുള്ള ഒരു എക്സാം ആണ്. ഓവറോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം 80,000-ഓളം ആളുകൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം 99.951 എന്ന ഒരു സ്കോറിന് ആണ് ആളുകൾ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സ്കോർ കാർഡ്. ഫൈൻ, ഐ തിങ്ക് സോ. ദെൻ അടുത്തായിട്ട് നമുക്ക് വി ഹാവ് ടു ഗോസ് ടു ദി കട്ട് ഓഫ് പെർസെൻറ്റേജ് കേട്ടോ. നമുക്ക് ഡിസംബറിലെ കട്ട് ഓഫിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് ബി റിവൈസ് ഇറ്റ്. ഡിസംബർ 2023 വന്നിട്ടുള്ള കട്ട് ഓഫ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡിസംബർ 2023 JRFന് വേണ്ടിയിട്ട്, ഓക്കെ, JRFന് വേണ്ടിയിട്ട് ഫോർ അൺറിസർവ്ഡ് കാറ്റഗറി, ഓക്കെ, അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, അതായത് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 99.51 സംതിങ്, ഓക്കെ, 99.51 സംതിങ് പെർസെന്റൈൽ സ്കോർ വന്നിട്ടുള്ള ആളുകൾക്കാണ് JRF അൺറിസർവ്ഡ് കാറ്റഗറിയിൽ JRF ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ OBC ജനറൽ OBC കാറ്റഗറിയിൽ വന്നിട്ടുള്ള ആൾക്ക് ഏകദേശം ഒരു 98.71 സംതിങ് പെർസെന്റൈൽ സ്കോർ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് SCയിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 86.8 സംതിങ് എന്നുള്ള രീതിയിലാണ്. അതിന്റെ താഴെ ആയിരിക്കും നമുക്ക് ST അതുപോലെ PWD കാറ്റഗറി ഒക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ ഓവറോൾ ഈ രീതിയിലുള്ളൊരു കട്ട് ഓഫ് ആണ് JRFന് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർ ലെക്ചർഷിപ്പിനാണെങ്കിൽ ഫോർ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് ഓവറോൾ ഒരു 97.1 കണ്ടീഷനിലാണ്. ആൻഡ് ഫോർ OBC കാറ്റഗറി ഇറ്റ് ഈസ് fall to 93.9 and for SC it's fall to 80.39. ഈ ഒരു ഓവറോൾ പെർസെന്റൈൽ സ്കോർ ആണ് ലെക്ചർഷിപ്പിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് ആകെയുള്ള 2 റിസൾട്ടുകളേ ഉള്ളൂ അല്ലെ. ഇറ്റ്സ് മേ ബി എന്തായിരിക്കാം, JRF ആയിരിക്കാം, അല്ലെങ്കിൽ ലെക്ചർഷിപ്പും ആണ്. ഈ 2 കണ്ടീഷൻസ് മാത്രമേ നമുക്കുള്ളൂ.
ബട്ട് ഇൻ കേസ് ഓഫ് ജൂൺ മുതലുള്ള നമ്മുടെ 2024 നടന്നിട്ടുള്ള എക്സാമിൽ നമുക്ക് 3 റിസൾട്ടുകളാണ് പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഇവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് JRF തന്നെയാണ് അല്ലെ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേ ബി നെറ്റ് ആയിരിക്കാം, അതായത് ലെക്ചർഷിപ്പ് ആണ്. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, PhD ആണ്. പ്രാവശ്യം നമുക്കൊരു തേർഡ് കാറ്റഗറിയും കൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തവണ അതായത് ജൂൺ 2024 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സാം അറ്റൻഡീസിന്റെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാവാനാണ് അല്ലെ, കുറവാണ് ഡെഫിനറ്റ്ലി. അറ്റൻഡീസിന്റെ നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ലോവർ നമ്പർ ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ വി ആർ ഓൾറെഡി സീ ദാറ്റ് അല്ലെ, നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ 34,638, അതുപോലെ തന്നെ 33,212 എന്നുള്ള ഒരു കൗണ്ടിലാണ് ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ടേമിലെ ജൂൺ 2024 ടേമിലെ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു സീ ദാറ്റ് ഇവിടെ ഏകദേശം 67,850 അറ്റൻഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നമുക്കൊരു ഓൾമോസ്റ്റ് 75,000+ വരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും അത്യാവശ്യം നല്ല കുറവ് തന്നെയാണ് അല്ലെ ഇവിടെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫില് ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ട്, നമുക്കൊന്ന് ഒരു റിലാക്സേഷൻ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറിയില്ല, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് മേ ബി അല്ലെ, ദർ ഇസ് എ ചാൻസ് ഓഫ് റിലാക്സേഷൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ അറ്റൻഡ് ചെയ്ത എക്സാം അറ്റൻഡീസിന്റെ ഒരു എണ്ണം വെച്ചിട്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ വി ഹാവ് ടു സേ ആൻഡ് അത് കറക്റ്റ് ആവണം എന്നില്ല, ഇറ്റ് മേ ബി മോർ ഓർ ലെസ്, രണ്ടും ആവാം അല്ലെ, ഒരു പടി മുന്നിലാവാം, ചിലപ്പോൾ ഒരു പടി താഴേക്കും ആവാം. എനിവേ നമ്മൾ ഒരു നോർമലി നമുക്ക് പറയാവുന്ന ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്, സോ ദ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് for the June 2024. So we had to see in case of JRF, that is for unreserved category, നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പെർസെന്റൈൽ സ്കോർ 97.56 to ഒരു 98. അത് കുറയാട്ടോ, ചിലപ്പോ പോയിന്റിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. 98.51 to സംതിങ്, ഈ ഒരു റേഞ്ചിലായിരിക്കാം JRF സ്കോർ വരുന്നത്. 99 വരുന്നിടത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 3 points ഒക്കെ റിഡക്ഷൻ വരാൻ സാധ്യതയുണ്ട്, 3 points ഒക്കെ റിഡക്ഷൻ വരാം. ബട്ട് ഇറ്റ് മേ ബി എ ചാൻസ്, ഒരു ചാൻസ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 97 to 98 ഉള്ളിലുള്ള ആളുകൾക്ക് ഇപ്രാവശ്യം പെർസെന്റൈൽ സ്കോർ വന്നിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു പെർസെന്റേജിൽ ഇടയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ ക്വാളിഫൈ ദ JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. OBCയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മേ ബി എ റേഞ്ച് ഫ്രം JRFനാണ് കേട്ടോ പറയുന്നത്, 96.5 to ഓവറോൾ അല്ലെ, ഒരു 96-95.5 ഒക്കെ ഇടയിൽ, അതായത് 94 മുകളിൽ ഓൾമോസ്റ്റ് സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയും ഒരു 3 to 2 points, 2 to 3 points ആക്ച്വലി റിഡക്ഷൻ ഉണ്ടാവാനാണ്, അതായത് മുന്നത്തെ എക്സാമിനേക്കാൾ 2-3 പോയിന്റ് റിഡക്ഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ആൻഡ് ലൈക്ക് ദാറ്റ് SC/ST കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ SCക്ക് നമ്മൾ JRFന് എവർ ഒരു അറൌണ്ട് ഒരു 83.5 to ഒരു 85.5 സംതിങ്, ഈ ഒരു കട്ട് ഓഫിന്റെ ഇടയിലുള്ള ആളുകൾക്ക്, SC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ക്വാളിഫൈഡ് ചെയ്യാം. മേ ബി ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ 2-3 പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് നേരത്തെ, അതായത് 2023 ഡിസംബർ 2023 നിന്നും 2-3 പോയിന്റുകളാണ് ഇവിടെയും കുറയാനായിട്ട് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ STയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം
87ന്റെയും 90യുടെയും ഇടയിൽ സ്കോർ വന്നിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ വന്നിട്ടുള്ള ആളുകൾക്കാണ് ക്വാളിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളത് എന്നുള്ളത്. ആൻഡ് ഫോർ നെറ്റ് ലെക്ചർഷിപ്പ്, ഓക്കെ, ലെക്ചർഷിപ്പിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ അണ്ടർസേർഡ് കാറ്റഗറി നമുക്ക് ലെക്ചർഷിപ്പിൽ ഏകദേശം വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഓവറോൾ 95 96ന്റെയും ഇടയിലാണ് കേട്ടോ. 95 പോയിന്റ് സംതിങ് ഓർ 96 പോയിന്റ് സംതിങ്, മേ ബി 94ലേക്ക് എത്തുമോ എന്നുള്ളത് അറിയില്ല അണ്ടർസേർഡ് കാറ്റഗറിയിൽ. മേ ബി 95 ഓർ 96 എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആൻഡ് ഫോർ OBC കാറ്റഗറിയിൽ ലെക്ചർഷിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് 93 പോയിന്റ് സംതിങ് ടു 94. ഓക്കെ, ആ ഒരു റേഞ്ച് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർ SC കാറ്റഗറി ഇറ്റ്സ് മേ ബി in between a 77.5 to 78, okay, that much. And for ST category we are expecting between 83 to 84 percentile score. 85 point something കേട്ടോ. അത്യാവശ്യം പോയിന്റ് കഴിഞ്ഞിട്ട് 4 5 6 ഡിജിറ്റ്സുകൾ ഉള്ളൊരു പോയിന്റ് സ്കോർ ആണ് ആക്ച്വലി പെർസെന്റൈൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് എക്സ്പെക്ട് സോഫാർ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മുടെ റിസൾട്ട് ഈ രീതിയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇതല്ലാണ്ട് ഒരു റിസൾട്ടും കൂടെ വരുന്നുണ്ട് അല്ലെ. കാരണം എന്താ, PhD അഡ്മിഷനും കൂടെ വരുന്നുണ്ട്. സോ മുൻപേ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ലെക്ചർഷിപ്പിന്റെയും അതുപോലെ തന്നെ JRFന്റെയും രണ്ടിന്റെയും താഴെയായിരിക്കും. മോസ്റ്റ്ലി ലെക്ചർഷിപ്പിന്റെ താഴെയുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കാം PhDക്ക് വരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ലെക്ചർഷിപ്പിന്റെ താഴെ ആയിരിക്കണം PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസേർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സിന് 90 എബവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മേ ബി ഒരു എക്സ്പെക്ഷൻ മാത്രമാണ്, എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ്. ഇറ്റ്സ് മേ ബി 90 എബവ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, PhD അഡ്മിഷൻ ഉണ്ടാവാം. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതോ ഇനി LSന്റെയും അതുപോലെ തന്നെ JRFന്റെയും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആണോ വരാന്നുള്ളത് നമുക്ക് അതിനെ കുറിച്ചൊരു ഇൻഫോർമേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇറ്റ്സ് മേ ബി ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ OBC കാറ്റഗറിയിലും ആണെങ്കിലും നമുക്ക് ഒരു 89 എബോവ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മേ ബി ഫോർ ദ PhD അഡ്മിഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സ്പെക്ഷൻ ആണ്. ആക്ച്വലി നമ്മൾ എക്സൈറ്റഡ് കണ്ടീഷനിലാണ് ഈ ഒരു PhDയുടെ റിസൾട്ട് അവരെങ്ങനെയാണ് റിലീസ് ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് ഇസ് എ വെരി മച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇപ്രാവശ്യത്തെ എന്നുള്ളതാണ് പറയാനുള്ളത്. സോ അപ്പൊ സ്കോർ കാർഡ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യാ, സെപ്റ്റംബർ 20th അല്ലെങ്കിൽ 25th ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. സോ ആരെങ്കിലും സ്കോർ കാർഡൊക്കെ മീൻസ് നിങ്ങളുടെ സ്കോറുകൾ അറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മുടെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ കാർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര സ്കോറാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ റാങ്ക് ലിസ്റ്റ് എന്തായാലും നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 25th ഉള്ളിലായിട്ടായിരിക്കും. സോ എല്ലാ സ്റ്റുഡൻസിനും ഡെഫിനറ്റ്ലി ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ എ ഹയർ റാങ്ക്. ആൻഡ് വൺസ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡിസംബർ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ എടുത്തു വന്നിരിക്കുകയാണ് അല്ലെ. വളരെ 90+ ഡേയ്സ് മാത്രമാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഐഫർ നമ്മുടെ ക്രാഷ് ബാച്ച് ആയിട്ടുള്ള JRF ട്രാക്ക് ബാച്ചിന്റെ അഡ്മിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അഡ്മിഷൻ എടുക്കേണ്ട ആളുകൾ
ഡെഫിനറ്റ്ലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ CSIR ലൈഫ് സയൻസിന്റെ ഐഫറിലെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗൈഡൻസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ മീൻസ് വാട്ട് ലിങ്കും നമുക്ക് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ തന്നിട്ടുണ്ട്. സോ ആളുകൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് വൺസ് ഡെഫിനറ്റ്ലി അതിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഗൈഡൻസും ആ ഒരു ഗൈഡൻസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഡിസംബർ ടേം എക്സാം ഇപ്പൊ ഏകദേശം നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സ്കോർ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം, ഒരു ധാരണ എല്ലാ എക്സാം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കും. ചില ആളുകൾ ഡെഫിനറ്റ്ലി അവർ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ കട്ട് ഓഫിനെ ബ്രേക്ക് ചെയ്തിട്ട് അവർ GRFും നെറ്റും PhD ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ചിലപ്പോ സ്കോറിൽ ഡെഫിനറ്റ്ലി 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിന് താഴെ ഒക്കെ വളരെ സങ്കടപൂർവ്വം നമുക്ക് കട്ട് ഓഫ് കുറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ടൈം ടു ടേക്ക് ദ റിവെഞ്ച് അല്ലെ. നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിൽ കൂടെ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ബെറ്റർ ആയിക്കൊണ്ട് നമ്മളെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ പോവുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അറൌണ്ട് 90+ ഡേയ്സ് ആണ് നമുക്കിനി ഡിസംബർ എക്സാമിനായിട്ട് നമുക്കുള്ളത്. അപ്പൊ ആ ഡിസംബർ എക്സാമിലേക്ക് 90+ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം പഠിക്കാൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, CSIR എക്സാം ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആയിക്കൊണ്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, സെൽഫ് സ്റ്റഡി എന്നൊക്കെ പറയും അല്ലെ. അപ്പോൾ സെൽഫ് സ്റ്റഡി കൊണ്ട് ഒരിക്കലും നമുക്ക് CSIRനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ബട്ട് യു ക്യാൻ അച്ചീവ് ഓൺലി ദ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുക, അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഓൺലി ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, C പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗൈഡൻസും കോച്ചിങ്ങും കിട്ടണം. ഓക്കെ, കാരണം ദാറ്റ് മച്ച് പ്രാക്ടീസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ C പാർട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. C പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ല രീതിയിൽ ഒരു 25 ക്വസ്റ്റ്യൻ നല്ല മാർക്കിൽ 100 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ദ മോസ്റ്റ് പ്രാക്ടീസിങ് അവിടെ വേണം. നമുക്കൊരു ഗൈഡൻസ് വേണം, പ്രാക്ടീസിങ് വേണം എന്നുള്ളതാണ്. അപ്പോൾ CSIR കട്ട് ഓഫ് പെർസെന്റൈൽ സ്കോറിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു കോച്ചിങ് വേണം എന്നുള്ളതാണ്. സോ മാൻഡേറ്ററി ആണ്. നമ്മൾ സെൽഫ് സ്റ്റഡി കൊണ്ട് ഒരിക്കലും നമുക്ക് കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റില്ല. സ്കോർ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തും, ബട്ട് ആ ബിയോണ്ട് പോയിന്റ് നമുക്ക് കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമ്മൾ ഐഫറിലൂടെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനെ പ്രൊവൈഡ് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 90+ ഡേയ്സിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്നത് 70+ ഡേയ്സിൽ വരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, 70+ ഡേയ്സിൽ വരുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 15+ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു അറൌണ്ട് 90യുടെ ഉള്ളിൽ നമ്മൾ പോർഷൻസുകൾ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോർഷൻസ് കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഐഫറിന്റെ ഫീച്ചർ ആണ് നമുക്ക് 9 AM to 9:30 PM വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 12+ ഹവേഴ്സ് മെന്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് സിസ്റ്റം നമ്മൾ ഐഫറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻറ് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെയിൻലി 2 ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക അല്ലെ. അതായത് ഒന്ന് 100% ഇൻവോൾവഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും.
അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുക, ഇൻവോൾവഡ് ആവുക. സോ ദേ മേ ബി പ്രിപ്പയറിംഗ് ദെയർ സ്റ്റഡീസ് ഫോർ ഡേ ആൻഡ് നൈറ്റ്, അല്ലെ? ഡേ ഓർ നൈറ്റിൽ അവർ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ നടത്താം. അതുപോലെ വർക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഓർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ മോസ്റ്റ്ലി അവർക്ക് സ്റ്റഡീസ് അവൈലബിൾ ആവുന്നത് നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഹോളിഡേ കണ്ടീഷനിലൊക്കെ ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ആളുകൾക്ക് നമ്മൾ സൺഡേ മീൻസ് ഹോളിഡേ നൈറ്റ് മെന്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എല്ലാ രീതിയിലും നിങ്ങളെ 100% നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന മെന്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഞാനും ലൈഫ് സയൻസിന്റെ മെന്ററാണ്. അപ്പോൾ ഡെയിലി ടാർഗറ്റഡ് ആയിട്ടുള്ള ബേസിലുള്ള ഒരു ഡെയിലി ബേസിസിൽ ഒരു ടാർഗറ്റ് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ബേസിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 90+ ഡേയ്സിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ് JRF ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ JRF ക്ലബ്ബിൽ അറൌണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ പാർട്ട് സി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, സ്ട്രെസ്ഡ് ആയിട്ട്, ഓക്കെ, പാർട്ട് സി ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പാർട്ട് സിയിൽ നമ്മൾ മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു സീ ഇൻ പാർട്ട് സി there is a match the following questions വരാറുണ്ട്. അതുപോലെ ജെല്ല് റീഡിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഓൾ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ലെവൽ, അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യുക, കോമ്പിനേഷൻ കണ്ടെത്തുക എന്നുള്ള ടൈപ്പിലാണ്. ജെല്ല് റീഡിംഗ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പാർട്ട് സി ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അപ്പൊ വളരെ എന്താ പറയാ, ട്രബിളിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ലോജിക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പോയിന്റിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെന്റേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി CSER-നെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും definitely try upon our IFER coaching. Okay, that's all. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്കറിയാം CSER-ൽ നമുക്ക് 13 യൂണിറ്റ്സ് ആണ് സിലബസിലുള്ളത്, അല്ലെ? ആ 13 യൂണിറ്റ്സിൽ ഓവറോൾ നമുക്ക് മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഈ മോസ്റ്റ് സ്കോറിംഗ് ഏരിയാസിന് നമ്മൾ എക്സ്ട്രാ റീഡിങ്സ് കണ്ടക്ട് ചെയ്യണം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ റീഡിങ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒതന്റിക് ബുക്കുകൾ വേണം, അല്ലെ? ഒതന്റിക് ബുക്സുകൾ നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ ഒതന്റിക് ബുക്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മോൾ ബയോ ടോപ്പിക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡ്രോപ്പിന്റെ ബുക്ക് വായിക്കണം, വാട്സന്റെ ബുക്ക് വായിക്കണം, അല്ലെ? അതുപോലെ തന്നെ ലോഡിഷിന്റെ ബുക്ക് വായിക്കണം, അല്ലെ? അതുപോലെ ബയോ കെമിസ്ട്രി ആണ് ഒരു സ്കോറിംഗ് യൂണിറ്റ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ തന്നെ ബുക്കുകൾ വായിക്കണം. ഹിഞ്ചറിന്റെ ബുക്ക് ഉണ്ട്, സ്ട്രെയറിന്റെ ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ ഒതന്റിക് ബുക്കുകളുടെ ഈ കോപ്പീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോപ്പീസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പീസ് വെച്ചിട്ട് ഈ സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ എക്സ്ട്രാ റീഡിങ് ആ കുട്ടിക്ക് നടത്താൻ പറ്റുന്നു. അങ്ങനെ ഈ പറഞ്ഞ പാർട്ട് സി എന്ത് ചെയ്യാം, മോസ്റ്റ് ഈസിലി അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് ഐഫർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ലെക്ചറിങ് ആണ്. ഹൈ ക്വാളിറ്റി ലെക്ചറിങ്, അതുപോലെ ഹൈ ക്വാളിറ്റി മെന്ററിങ് ആൻഡ് ഹൈ ക്വാളിറ്റി ഗൈഡൻസുകൾ, അതുപോലെ ഹൈലി ക്വാളിറ്റി ആയിട്ടുള്ള CSER ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒരു മോഡറേറ്റ് ഫീ ലെവലിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, കോച്ചിങ് ഇല്ലാതെ ഒരിക്കലും CSER കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് ഇസ് എ ഷുവർ വൺ. സോ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ജോയിൻ ടു അവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആൻഡ് ഓൾസോ പ്ലീസ് ടേക്ക് അഡ്മിഷൻ ടു അവർ CSER JRF ട്രാക്ക് ബാച്ച്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
സോ പ്ലീസ് ലൈക്ക് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അവർ വീഡിയോ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൊളീഗിനോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ഓൾസോ. സോ നമ്മുടെ NTA സ്കോറിനെ കുറിച്ചിട്ടും എക്സ്പെക്ടഡ് കട്ട് ഓഫിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഗെറ്റ് ദ പോയിന്റ്. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഓക്കെ, ഇറ്റ്സ് ഹാൻഡ് ഓഫ്. Thank you. Bye bye.